ചാക്കിൽ കൃഷി ചെയ്തിട്ട് കിട്ടിയ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ. കണ്ടോ, തക്കാളി പിന്നെ കപ്പയൊക്കെ ചാക്കിൽ നട്ടിട്ട് നന്നായിട്ടുണ്ട്. ഞങ്ങൾ ചക്ക ഇടിച്ചക്ക പറിക്കുന്നതും ചാക്കിൽ നട്ടിട്ട് കിട്ടിയ കപ്പയൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. നല്ല മുഴുത്തൻ കപ്പയൊക്കെ കിട്ടി. കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ആയിട്ടൊന്നും പറയണ്ട ആണ്. അപ്പോൾ അമ്മയും നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മൾ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ കോഴീൻ്റെ കൂടെ മോൻ കളിക്കുന്നതും കോഴിക്കുട്ടീനെയൊക്കെ പിടിക്കുന്ന അങ്ങനെ കുറച്ച് നാടൻ സംഭവങ്ങളാണ്, നമ്മുടെ നാട്ടിലെ നാടൻ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഒരു നഴ്സറിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ ഇവിടെയുള്ള കാപ്പിത്തോട്ടവും കുരുമുളക് തോട്ടവും നമ്മളെ നാട്ടിലെ വിശേഷങ്ങളും വീടിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ. ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു കൃഷിയാണ്. ഇത് ചാക്കിൽ പിടിപ്പിച്ച കപ്പ നല്ല ഇതാണ്. ഇത് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് നമ്മൾ ഇങ്ങനെ തൂണൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടതാണ്. ഇതിവിടെ ഒരു ആത്തച്ചക്കയുണ്ട്, വേറൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വലിയൊരു മരമുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം, ഇത് അവിടെ വഴുതിനങ്ങയുണ്ട്, തക്കാളി ഉണ്ട്. ഇതാ വഴുതിനങ്ങയൊക്കെ ഇന്നലെ നമ്മൾ പറിച്ചായിരുന്നേ, അപ്പോൾ വീഡിയോ എടുക്കാനോട്ട് പറ്റിയില്ല, ഇതൊക്കെ ചെറുതാണ്. അപ്പോൾ ചാക്കിൽ ഒരുപാട് കൃഷികൾ അച്ഛൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള തക്കാളിയൊക്കെ ഇതാ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് തക്കാളി പറിക്കാട്ടോ, ഡെയിലി പഴുത്ത് ഇതാ ഇവിടെയൊക്കെ കണ്ടോ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കറികൾക്കൊക്കെ ഉള്ള പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല തക്കാളി, വഴുതനങ്ങ, പിന്നെ പച്ചമുളക്, പിന്നെ ചേന, കാച്ചിൽ, ചേമ്പ് ഒക്കെ അത് പണ്ട് മുതലേ ഉള്ളതാണ്. കപ്പ, ഈ പെരിച്ചായിയൊക്കെ ഇങ്ങനെ കുത്തി കളയ്ക്കുന്ന കൊണ്ടാണ് ഈ ചാക്കിൽ നടുന്നത്. നല്ല ചാക്കിൽ നട്ട് ഉഷാറൻ കപ്പയുണ്ട് നമുക്ക്. കപ്പ പറിക്കുന്നത് ഇതവിടെയൊക്കെ കണ്ടോ വഴുതിനി. കപ്പ പറിക്കുന്നത് എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചാക്കിൽ ഇത് അങ്ങനെ വെച്ചിരുന്നേ. ഞങ്ങൾ ടൗണിൽ പോയി മാനന്തവാടി പോയി വരുമ്പോഴേക്ക് അച്ഛനത് പറിച്ചെല്ലാം വെച്ച് കഴിഞ്ഞു. ഞങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി കപ്പ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഉള്ളിത്തണ്ടുണ്ട്, കോവക്കയുണ്ട്, പിന്നെ കാച്ചിൽ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്ക്. കാച്ചിൽ, ചേന ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പുളീൻ്റെ മരമുണ്ട്. ഇത് ഒരു ചെറിയ പേരക്ക തൈ നട്ടിട്ടുണ്ട്. ഇവിടെ ഓറഞ്ചിൻ്റെ തൈകൾ നടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങ് ഇപ്പോൾ 2 നട്ടിട്ടുണ്ട്. ഇത് ചേന, കാച്ചിൽ പറിക്കുന്ന അതൊന്നും എടുക്കാൻ പറ്റിയില്ല, നേരത്തെ പറിച്ച് വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും ചെറുതേ ഉള്ളൂ, ആയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കുക്കുംബറുണ്ട്, അതൊന്നും ആയിട്ടില്ല, ചെടിയൊക്കെ ഇങ്ങനെ തെഴുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്കൊരു ചെറുനാരങ്ങ വലിയതുണ്ട്, കായ്ച്ചിട്ടില്ല, ഒരു മരമുണ്ട്. അതിൻ്റെ പെരലെല്ലാം കുറച്ച് കൊഴിഞ്ഞു പോയിരുന്നു. ഇത് കുക്കുംബറിൻ്റെ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. കുക്കുംബറിൻ്റെ ആയിട്ടില്ല, പൂവൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. ഇപ്പുറത്ത് തന്നെ ഉണ്ട് ഇത് അവിടെ ഒരു വലിയൊരു തൈയുണ്ട് ചെറുനാരങ്ങേൻ്റെ. പിന്നെ വാഴയുണ്ട്. പിന്നെ ഈ ചെറുനാരങ്ങേൻ്റെ അതിൽ തന്നെ കയ്പയൊക്കെ കയറ്റിയിട്ടുണ്ട്. പയറും പിന്നെ ബീൻസും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് വള്ളിയൊക്കെ പോയി. പിന്നെ ഞാനില്ലാത്തപ്പോൾ കുറേ കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അങ്ങനെ കായ്ഫലമായിട്ട് അങ്ങനെ ഈ തക്കാളിയും വഴുതിനിയും ഒക്കെ ഉള്ളൂ. ബാക്കിയൊന്നും ഇപ്പോൾ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. കപ്പ ഒരു മൂടുണ്ടായിരുന്നു, അത് പറിച്ച് ഞാൻ കാണിച്ചു തരാം. പറിച്ച് വെച്ചത് പറിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അപ്പോഴത്തേക്ക് അച്ഛൻ പറിച്ചെല്ലാം വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പൊളിക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചുറ്റൂടുമൊക്കെ കാണിക്കുകയാണ്. അപ്പം അമ്മയും വന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാനും കാണിക്കാനൊക്കെ. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ പറിച്ച് അമ്മേൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ ചെടിയിൽ നമ്മൾ ഓരോന്ന് പറിക്കുന്നതിലെ എല്ലാം പറിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് അധികമില്ല. അപ്പോൾ നമ്മൾ ചാക്കിലിങ്ങനെ കൃഷി നടുകയാണ്. ഇപ്പോൾ സ്ഥലമില്ലാത്തവർ ടെറസിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ചാക്കിൽ മണ്ണ് നിറച്ച് നടുകയാണെങ്കിൽ ഭയങ്കര ഇതല്ലേ, നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുമല്ലോ. ഇതാണ് നമ്മളെ ചാക്കിൽ നിന്ന് പറിച്ച കപ്പ. അത് നേരത്തെ പറിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, അപ്പോൾ ഇതിങ്ങനെ കാണിച്ചതാണ് കേട്ടോ. ഇതെന്ത് ഫ്രൂട്ട്സാമ്മ?
ഇത് എന്തോ ഒരു ചെടിയെ ഉണ്ട്. ആ, ഇതിവിടെ ഒരു കരിയാപ്പിലുണ്ട്, ഇവിടെ ഒരു നാരങ്ങയുണ്ട്. അപ്പം ഞാൻ ഇടിച്ചക്ക പറിക്കാൻ വേണ്ടി പോവുകയാണ്. താഴെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇടിച്ചക്കയാണ് നമ്മുടെ ഇടിച്ചക്കത്തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആ റെസിപ്പിയൊന്നും ഇപ്പോൾ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇടിച്ചക്കയാണ് നമ്മുടെ ഇടിച്ചക്കത്തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആ റെസിപ്പിയൊന്നും ഇപ്പോൾ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ട്, ഒഡീഷയിൽ നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ. ഇവിടെ ചക്കയും മാങ്ങയും, മാവ് 2 നിറയെ, അതിൽ നിറയെ മാങ്ങയുണ്ട്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ വിട്ടും പോകും. ഇന്ന് ഇടിച്ചക്ക ഉപ്പേരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കുട്ടികൾ, ഈ കുട്ടീനെ പിടിക്കാൻ വേണ്ടി കുറേ കളിച്ച് പിന്നെ ലാസ്റ്റ് കിട്ടിയത്. അതിൻ്റെ നേരത്തെ മുമ്പ് ഞാൻ കുറേ കളിച്ച് പിടിക്കാൻ കിട്ടിയില്ല. അതെന്ത് ക്യൂട്ടാണെന്നറിയാം. കോഴികളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. മോൻ കുറേ ശ്രമിച്ച് പിടിക്കാൻ, അങ്ങനെ ലാസ്റ്റ് നമ്മൾ പിടിച്ചു. ഇത് ദൂരെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിടുന്നത്. ഇതാ ഞാൻ കാണിച്ചു തരാം, എന്ത് ക്യൂട്ടാണെന്നറിയാം. ഞാൻ വണ്ടീൻ്റെ പുറത്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട്. കുഞ്ഞു കുട്ടികൾ, കീരിയും വരുന്നുണ്ട്, കീരി പിടിച്ചുകൊണ്ടും പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ. അതുകൊണ്ട് ഇത് ദൂരെ പോകുന്നതുകൊണ്ട് നമ്മൾ കെട്ടിയിടുകയാണ്. ഇത് കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. അജ്ജടാ. പക്ഷെ കീരി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും. ഇതിനെ നോക്കിക്കൊണ്ടിരിക്കൽ തന്നെ പണി. മോന് പിന്നെ ഇതൊന്നും കാണാത്ത സാധനമായതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ്. അവന് ഇതിൻ്റെ അടുത്താണ് കളി. ഇനി നമുക്ക് വേറൊരു സംഗതി ഞാൻ കാണിച്ചു തരാം. നമ്മളെ വീടിൻ്റെ കുറച്ച് മുകളിൽ ഒരു കളമുണ്ട്. അവിടെ ഇവിടെ ഒരു ചെറിയൊരു നഴ്സറി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വൈകുന്നേരം ഈ കോഴികളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് കയറിപ്പോയതാണ്. അപ്പോൾ ഇവിടെ കാപ്പിത്തൈ, അടക്ക ഒക്കെ, ഇത് അടക്ക തൈയൊക്കെ കണ്ടോ. അടക്ക, കാപ്പി ഒക്കെ ഇവിടെ ഇങ്ങനെ കുഞ്ഞ് കുറച്ച് വലുതാക്കിയിട്ട് വിൽക്കും, വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കാണാൻ പോയി. അവിടെ വെള്ളമൊക്കെ നനയ്ക്കരുത്. ഇതാ കാപ്പിത്തൈയൊക്കെ കണ്ടോ. ഇതാണ് വിൽക്കുന്ന ഈ സൈസിലാണ് വിൽക്കുകയെന്ന്. ഇവിടെ നിറയെ കാപ്പിത്തോട്ടവും പിന്നെ കുരുമുളക്. എൻ്റെ ചേട്ടൻ ഇതൊന്നും കാപ്പിയൊക്കെ എങ്ങനെയാണ്, തെയ്യൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പിന്നെ നമ്മൾ കയറിപ്പോയതാണ് നോക്കാൻ. നമ്മളവിടെ ഒഡീഷയിൽ കാപ്പിയൊന്നുമില്ലല്ലോ. ഇഞ്ചിയുടെ ചെടിയൊക്കെ എങ്ങനെയാണ്, അവർക്കതൊക്കെ അറിയാൻ ആകാംക്ഷയാണ്. നമ്മളെ വയനാട്ടിലെന്ന് പറഞ്ഞാൽ ഇഞ്ചി കൃഷി, കുരുമുളക്, കാപ്പി അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അടക്കയും തെങ്ങൊക്കെ ഉണ്ട് ഒഡീഷയിൽ. ഇതൊക്കെ കാപ്പി തെയ്യാണ്. കുഞ്ഞത് കണ്ടോ. ഇത് കുറച്ച് വലുതായിട്ട് വിൽക്കാനുള്ളതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് വാങ്ങിയിട്ട് പോകാം, ഒഡീഷയിൽ നടാന്നൊക്കെ പറഞ്ഞു. ഇനിയൊരു സാഗ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അത് പരിപാലിക്കണം കേട്ടോ. അപ്പം നമ്മളെ അയൽവക്കത്തുള്ള മുനീർക്കാൻ്റെ മോൻ തൗക്കുകയാണ് ഇതെല്ലാം നടത്തുന്നത് കേട്ടോ. നമുക്ക് പിന്നെ വളത്തിൻ്റെ കൃഷി ആയതുകൊണ്ട് തൗക്കിനും കുറേ ഡൗട്ടുകൾ ചോദിക്കാനുണ്ട്. ഇതെങ്ങനെയാണ്, എന്താണ്, അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. തൗക്കിന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മുകളിൽ തന്നെ ഇതവിടെ കാപ്പിത്തോട്ടവും ഒക്കെ ഞാൻ കാണിച്ചു തരാം. കാപ്പിത്തോട്ടവും പിന്നെ കുരുമുളക് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് ഒരു ചെറിയൊരു റിസോർട്ടാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു റിസോർട്ടുണ്ട്. അപ്പം അത് നടത്തുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടായ സാലിം എന്ന് പറയുന്ന ഒരു അനിയൻകുട്ടനാണ്. നമുക്കൊക്കെ പരിചയമുള്ള. അത് എന്നെ റിസോർട്ട് കൂട്ടിയിട്ട് പോകാൻ, എന്നിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ കോഴിയില്ലേ, ഈ കോഴിയിട്ട മുട്ട അതാ കണ്ടോ, കുഞ്ഞ മുട്ട, പക്ഷിമുട്ട പോലെയുണ്ട്. അപ്പോൾ അത് അമ്മ എനിക്ക് എടുത്ത് കാണിച്ചു തന്നത്. ഇത് വേറൊരു കോഴിയിട്ടത് കണ്ടോ, നീളം മുട്ട, ചുവപ്പ് മുട്ട, പിന്നെ ഇത് കണ്ടോ ഫുൾ റെഡ് കളറിലുള്ള മുട്ട. നമ്മളെ നാടൻ കോഴി ഇടുന്ന മുട്ടയാണ് അതൊക്കെ. ഇത് കണ്ടോ ഓരോ സൈസിലുള്ള മുട്ടയാണ്, ഉരുണ്ടതും പിന്നെ ചെറുനാരങ്ങ പോലെയുള്ളതും ചെറിയ പക്ഷിക്കുട്ടികളുടെ പോലത്തെയൊക്കെ മുട്ടകൾ. അതൊക്കെ അമ്മ എടുത്തു വെച്ചതാണ് എന്നെ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, നീളത്തിലുള്ള മുട്ട ഒക്കെ. അപ്പോൾ മുട്ടയിടുന്ന കോഴികളാണ്. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു തന്നതാണ്. കണ്ടോ പല സൈസിലുള്ള മുട്ടകൾ. മോന് തന്നെ പണി കോഴികളെ കൂടെ കളിക്കൽ. അവന് നല്ലൊരു രസമാണ്. ഇവിടെ നാട്ടിൽ വന്ന ഇങ്ങനെയാണ് കോഴി. നേരത്തെ ആടും പശുവൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം വന്നില്ല. പിന്നെ വീടിൻ്റെ പഴയ ഒരു ഓടിട്ട വീടാണ്. വീടിൻ്റെ
പുതിയ വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ച് തരാം. അപ്പോൾ ഇവിടെ അതാ കോഴികളൊക്കെ ഓടി വരുന്നുണ്ടോ. കോഴിക്ക് അരിയിടുമ്പോൾ ഓടി വരും, സൗണ്ട് കേട്ടാൽ മതി, അത് ഓടി വരും. കണ്ടോ ഓരോന്ന് ഓടി വരുന്നത് കുള്ളത്തി കോഴികളാണ്. നല്ല രസമാണ് അത് ഓടുന്നുണ്ടോ. അപ്പോൾ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കുന്നോ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ മതി, അമ്മ ഡോറ് തുറക്കുന്നൊന്നും സൗണ്ട് കേട്ടാൽ മതി, ഓടി വരും എല്ലാം. അപ്പോൾ മുട്ടക്കോഴികളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുത്താണ്. വീടിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഒന്ന് വെക്കാം. വീടിൻ്റെ വീഡിയോ എടുക്കാത്തത് ഓടിട്ട പഴയ ഒരു വീടാണ്. ഇതാണ് നമ്മളെ പുതിയ വീട്. വാർപ്പൊക്കെ കഴിഞ്ഞു, ഇനിയും ഒരുപാട് പണിയൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പണി കഴിയുമ്പോൾ വീടിൻ്റെയൊക്കെ വീഡിയോ ശരിക്കും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇവിടെ കണ്ടോ കോഴികൾ ഓടി വരുന്നത്, ഇത് കണ്ടോ, നല്ല രസമാണ് ഇതുങ്ങളെ കളിയൊക്കെ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി ഒരു വിശേഷവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.